നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. കഞ്ചിക്കോട് റെയിൽവേ ഫാക്ടറി ഉപേക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം കേരളത്തിൽ യാതൊരു ചലനവും സൃഷ്ടിക്കാതെ പോയത് കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും അഭ്യസ്തവിദ്യരായ യുവാക്കളെ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്താനുമുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ്. ഏതെങ്കിലും തരത്തിൽ ഫാക്ടറിക്ക് അനുമതി നേടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് പകരം പരസ്പരം പഴിചാരാനും രാഷ്ട്രീയ പോരാട്ടം നടത്താനുമുള്ള ശ്രമമാണ് കേരളത്തിലെ ഭരണ രാഷ്ട്രീയ നേതൃത്വങ്ങൾ നടത്തുന്നത്. 1982 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച കഞ്ചിക്കോട് റെയിൽ ഫാക്ടറി പദ്ധതി ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധി പഞ്ചാബിലെ കപൂർത്തലയിലേക്ക് മാറ്റുകയായിരുന്നു. ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും കേരളത്തോടും കേരളത്തിന്റെ വികസനത്തോടും പുലർത്തുന്ന അവധാനത തന്നെയാണ് ഇതിൽ പ്രകടമാകുന്നത്. 10,000-ലേറെ ആളുകൾക്ക് തൊഴിൽ ലഭ്യമാകുമായിരുന്ന കഞ്ചിക്കോട് റെയിൽവേ കോച്ച് ഫാക്ടറി പദ്ധതിക്ക് 1,215 കോടി രൂപയുടെ മൂലധന നിക്ഷേപമാണ് വിഭാവന ചെയ്തിരുന്നത്. 4 പതിറ്റാണ്ടിലേറെ കേരളം കാത്തിരുന്ന പദ്ധതി നടപ്പിലാകില്ലെന്ന് കഴിഞ്ഞ ദിവസം പാർലമെന്റിലെ മറുപടിയിലാണ് റെയിൽവേ മന്ത്രി വ്യക്തമാക്കിയത്. റെയിൽവേയുടെ ഭാവി ആവശ്യങ്ങൾ നിറവേറ്റാൻ നിലവിലുള്ള ഉൽപാദന യൂണിറ്റുകൾ തന്നെ പര്യാപ്തമാണെന്നും അതിനാൽ പുതിയ കോച്ച് ഫാക്ടറിയുടെ ആവശ്യമില്ലെന്നുമാണ് കേന്ദ്ര നിലപാട്. ഉത്തർപ്രദേശിലെ റായ്ബറേലി, പശ്ചിമ ബംഗാളിലെ കാഞ്ചപ്ര, ഹരിയാനയിലെ സോണിപത്ത്, തമിഴ്നാട്ടിലെ ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി, പഞ്ചാബിലെ കപൂർത്തല എന്നീ കേന്ദ്രങ്ങളിൽ നിലവിലുള്ള യൂണിറ്റുകൾ ആവശ്യത്തിനുള്ള കോച്ചുകൾ നിർമ്മിക്കുന്നുണ്ടെന്നാണ് റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. 2 തവണ പ്രഖ്യാപിക്കപ്പെട്ടതാണ് കഞ്ചിക്കോട് ഫാക്ടറി. 82 പാലക്കാട് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചെങ്കിലും 84 അവർ വധിക്കപ്പെട്ടതോടെ പ്രഖ്യാപനം പാഴായി. പാലക്കാട് പ്രഖ്യാപിച്ച ഫാക്ടറി പഞ്ചാബിലെ കപൂർത്തലയിലേക്ക് മാറ്റാൻ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി തീരുമാനിച്ചു. 423 കോടി രൂപ ചെലവിട്ട് കപൂർത്തലയിൽ ഫാക്ടറി ആരംഭിച്ചു. 2008-2009 ലാലു പ്രസാദ് യാദവാണ് വീണ്ടും കോച്ച് ഫാക്ടറി എന്ന സ്വപ്നവും പുനരുജ്ജീവിപ്പിച്ചത്. പ്രതിവർഷം 600 കോച്ചുകൾ നിർമ്മിക്കാൻ ശേഷിയുള്ള കോച്ച് ഫാക്ടറി 1,215 കോടി രൂപ നിക്ഷേപിച്ച് ആരംഭിക്കാനായിരുന്നു തീരുമാനം. അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ 239 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് റെയിൽവേക്ക് കൈമാറുകയും ചെയ്തു. 2012 ഫെബ്രുവരിയിലാണ് ഫാക്ടറിക്ക് ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യത്തിൽ റെയിൽവേ മന്ത്രി തറക്കല്ലിട്ടത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ റെയിൽവേ ഫാക്ടറി ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ പിന്നീട് നിർദ്ദേശിച്ചെങ്കിലും സ്വകാര്യ മേഖലയിൽ നിന്ന് ആരും തന്നെ മുന്നോട്ട് വന്നില്ല. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ വേണ്ട മുൻകൈ എടുക്കുകയും ചെയ്തില്ല. അതേസമയം കഞ്ചിക്കോടിനൊപ്പവും ശേഷവും പ്രഖ്യാപിച്ച റായ്ബറേലി, ബംഗാളിലെ കാഞ്ചപ്ര, ഹരിയാനയിലെ സോണിപത്ത് എന്നിവയ്ക്ക് കേന്ദ്ര സർക്കാർ തന്നെ പണം നിക്ഷേപിക്കുകയായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം പ്രഖ്യാപിച്ച മഹാരാഷ്ട്രയിലെ ലാത്തൂർ ഫാക്ടറിക്കും കേന്ദ്ര മന്ത്രാലയം തന്നെ പണം ചെലവഴിച്ചു. കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് സമ്മർദ്ദം ചെലുത്തി പദ്ധതി നടപ്പാക്കുന്നതിൽ കേരളം പരാജയപ്പെട്ടു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷവും പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമം കേരളത്തിൽ നിന്ന് ഉണ്ടായില്ല. 2022 തന്നെ നിക്ഷേപത്തിന്റെ കാരണം പറഞ്ഞ് പദ്ധതി ഒഴിവാക്കാൻ തീരുമാനിച്ചപ്പോൾ സമ്മർദ്ദം ചെലുത്തി പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം സ്ഥലം തിരിച്ചുവിട്ടാൻ നടപടി സ്വീകരിക്കാനാണ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചത്. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിക്ക് ഈ സ്ഥലം ഉപയോഗപ്പെടുത്താം എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. കേരളം ഏറ്റെടുത്ത് നൽകിയ സ്ഥലം തിരിച്ചു നൽകാൻ റെയിൽവേ ബോർഡിനോട് ആവശ്യപ്പെട്ട് കത്ത് നൽകാൻ 2022 നവംബറിൽ ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശവും നൽകിയിരുന്നു. 239 ഏക്കർ സ്ഥലത്തിന് റെയിൽവേ കേരളത്തിന് നൽകിയ 32.4 കോടി രൂപ തിരിച്ചു നൽകാമെന്നും സംസ്ഥാനം കത്തിൽ ഉറപ്പു നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് റെയിൽവേ കോച്ച് ഫാക്ടറി ഉപേക്ഷിക്കാൻ റെയിൽവേ മന്ത്രാലയം തയ്യാറായത്. പാലക്കാട് കോച്ച് ഫാക്ടറിക്ക് 2012 തറക്കല്ലിട്ടതിന് ശേഷം 9 പുതിയ കോച്ച് ഫാക്ടറികളാണ് ഭാരതത്തിൽ ആരംഭിച്ചത്. 3 ഫാക്ടറികൾ റെയിൽവേയുടെ ഉടമസ്ഥതയിലും 6 ഫാക്ടറികൾ സ്വകാര്യ മേഖലയിലും. തൊഴിലില്ലായ്മ അതിരൂക്ഷമായ കേരളത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും 10,000 പേർക്ക് ജോലി ലഭിക്കുമായിരുന്ന പദ്ധതി എങ്ങനെയും നടപ്പാക്കുന്നതിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഭരണ നേതൃത്വത്തിന്റെയും വീഴ്ച പ്രകടമാണ്. തമിഴ്നാടും ആന്ധ്രയും തെലങ്കാനയും കർണാടകവും അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഭരണകൂടത്തോടൊപ്പം ഒന്നിച്ചു നിൽക്കുകയും
രാഷ്ട്രീയ കാര്യത്തിൽ മാത്രം പരസ്പരം പോരടിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഉള്ളത്. അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. കഞ്ചിക്കോട് ഫാക്ടറിക്കായി ഭരണകക്ഷിയായ BJPയിൽ സമ്മർദ്ദം ചെലുത്താൻ കേരളത്തിലെ BJP നേതൃത്വത്തോട് സംസാരിക്കാൻ പോലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനോ കഴിഞ്ഞിട്ടില്ല. വികസനത്തിന്റെ കാര്യത്തിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്ന ഒരു പുതിയ രാഷ്ട്രീയ വികസന സംസ്കാരം ഉണ്ടായാൽ മാത്രമേ കഞ്ചിക്കോട് ഫാക്ടറിക്ക് ഇനി സാധ്യതയുള്ളൂ. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി നിവേദക സംഘം പ്രധാനമന്ത്രിയെ കണ്ടാൽ മാത്രമേ ഇപ്പോഴത്തെ തീരുമാനം മാറ്റാൻ കഴിയൂ എന്നാണ് റെയിൽവേ വിദഗ്ധർ പറയുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ റെയിൽവേ സാങ്കേതിക വിദഗ്ധരും എല്ലാവർക്കും ഒരേപോലെ ബഹുമാനവുമുള്ള ശ്രീധരനെ പോലും വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതിൽ കേരളം പരാജയപ്പെട്ടു എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മെമു കോച്ചും വന്ദേ ഭാരത് കോച്ചും നിർമ്മിക്കാൻ ഇനിയും ഫാക്ടറികൾ വേണ്ടിവരുമെന്നാണ് റെയിൽവേ വൃത്തങ്ങൾ തന്നെ പറയുന്നത്. രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായാൽ കഞ്ചിക്കോട് ഫാക്ടറി പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും. അതിനുള്ള ഇച്ഛാശക്തി കേരളത്തിലെ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന് ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് സംശയം. സമവായത്തിലൂടെ മുഴുവൻ രാഷ്ട്രീയ നേതൃത്വവും ഒറ്റക്കെട്ടായി പ്രധാനമന്ത്രിയെ കണ്ടാൽ 10,000 പേർക്ക് തൊഴിൽ ലഭിക്കുന്ന കഞ്ചിക്കോട് ഫാക്ടറി യാഥാർത്ഥ്യമാകും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.